Hi friends, welcome to class coaching. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ ഈ റെയിൽവേ എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് റോൾ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, റെയിൽവേസ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടേഷൻ, മോഡേൺ ഡെവലപ്മെന്റ്സ് ദാറ്റ് ഇസ് LRT ആൻഡ് MRTs, tube rails, high speed tracks, then alignment that is basic requirement and factors affecting selection, then component part of railway track that is requirements and the functions and typical cross section. So ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെ ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്? ലാൻഡ് വേസ് ഉണ്ട്, എയർവേസ്, അല്ലെങ്കിൽ എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. സോ ലാൻഡ് വേസ് എടുക്കുകയാണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻലി ഉള്ളത്. ഓക്കെ, സോ ഈ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ പാസഞ്ചേഴ്സിന് ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഗുഡ്സിന്റെ ട്രാവലിംഗിന് വേണ്ടി, ഗുഡ്സിനെ വേറൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിന് ലോങ് ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് വേറൊരു ഡിസ്റ്റന്റ് ഏരിയയിൽ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ലോക്കൽ ഏരിയയിൽ എന്താണ് ചിലപ്പം ഒരു ഏരിയയിൽ റോ മെറ്റീരിയൽസ് ഒരുപാട് അവൈലബിൾ ആയിരിക്കും, എന്നാൽ വേറൊരു സ്ഥലത്ത് അതിന്റെ മിഷനറീസ്, സോ ഇതിനെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ ഒരു ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിഷനറീസ് ഉണ്ടായിരിക്കും. സോ ഈ റോ മെറ്റീരിയൽസിനെ വേറൊരു ആ ഒരു പ്ലേസിലോട്ട്, മിഷനറീസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിലോട്ട് എത്തിച്ചാൽ മാത്രമാണ് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് ആണ് ദാറ്റ് ഈസ് role of Indian Railways in national development background. Okay, so railways promoted industrial and economic activities in the country, and socially it knits peoples together across length and breadth of the country, and virtually it constitutes India's lifeline, and total length of route at present is about 63,000 kilometers, and it is the largest network in the Asia and the second largest in the world. Okay, so എന്താണ് ഈ റെയിൽവേസ് വഴി എന്താണ് കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യും. സോ ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അതുപോലെ തന്നെ എന്താണ് പീപ്പിൾസിനെ, അതായത് പേഴ്സൺസിനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി, പാസഞ്ചേഴ്സിന് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേസ് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ട്രാവലിംഗ് നടക്കുമ്പോൾ എന്താണ് രണ്ട് ഡിഫറെന്റ് കൾച്ചേഴ്സ് തമ്മിലുള്ള മിംഗ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ രണ്ട് ഡിഫറെന്റ് കൾച്ചേഴ്സ് തമ്മിൽ എന്താണ് മീറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ടാവും. ഓക്കെ, സോ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ കൾച്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അവിടുത്തെ പീപ്പിൾ വേറൊരു ഏരിയയിലൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ സ്റ്റൈലിനനുസരിച്ച് ജീവിക്കേണ്ടി വരും. ദെൻ അവരുടെ വേരിയസ് പുരാതനമായിട്ട് തുടർന്നു പോന്നുകൊണ്ടിരുന്ന വേരിയസ് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ മാറും. ഓക്കെ, സോ അതിനൊക്കെയാണ് എന്ത് റെയിൽവേ ട്രാൻസ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ railways promoted industrial and economic activity in the country. Okay, so industrial development വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് സോഷ്യലി ഇറ്റ് നിറ്റ്സ് ദ പീപ്പിൾസ് ടുഗദർ അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി. ഓക്കെ, സോ പീപ്പിൾസിനെ എല്ലാം എന്താണ് ഒരു ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും, അവർ തമ്മിൽ പരസ്പരം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാനും, അവരുടെ കൾച്ചേഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് இந்த റെയിൽവേസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ വെർച്വലി ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യസ് ലൈഫ് ലൈൻ, ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് റൂട്ട് അറ്റ് ദ പ്രസന്റ് ഈസ് അബൌട്ട് 63,000 കിലോമീറ്റേഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ ഏഷ്യ. ഏഷ്യയിലെ ലാർജസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ദെൻ
എക്കണോമിക് സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക് സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ റെയിൽവേസ് എങ്ങനെയാണ്, കാരണം എന്താണ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേസ് ഇസ് എ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രീസ് എക്കണോമി ആൻഡ് ഇറ്റ് ഹാസ് ensured that fruits of development are distributed far and wide within the country, and it facilitates large scale production by increasing the mobility of raw materials, workers, consumption of heavy and bulky and perishable commodities by cheap and speedy transportation. Okay, so എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രിയുടെ എക്കണോമി, അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് റെയിൽവേസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട്. ഓക്കെ, റോ മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഈ വർക്കേഴ്സിന്, ഓക്കെ, സോ ഒരു ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വർക്കേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ലേബർ ഷോർട്ടേജ് ഉള്ള ഏരിയാസിലൊക്കെ എന്താണ് വർക്കേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ് വേറെ എന്താണ് പറയുന്നത്, ദെൻ റോ മെറ്റീരിയൽസ് ഒക്കെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നാണ് ഇന്നെന്ന് പറയുന്നത് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ റെയിൽവേസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രീസ് എക്കണോമി ആൻഡ് it has ensured that fruits of development are distributed far and wide within the country, and it facilitates large scale production by increasing mobility of raw materials. Okay, raw materials in the movements in help you. Okay, raw materials in the movements in help you, then workers in the movements in, then consumption of heavy, bulky and perishable commodities by cheap and speedy transportation ഒക്കെയാണ് റെയിൽവേസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സോ ഡിഫറെന്റ് കൺട്രീസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ ഡിഫറെന്റ് സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് റെയിൽവേസ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ റെയിൽവേസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ടൈം ഡിസ്റ്റൻസ് കൺവെർജൻസ്. ഓക്കെ, സോ റെയിൽവേസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ടൈം ഡിസ്റ്റൻസ് കൺവെർജൻറ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് introduced competition and bring stability and unity in prices, and since the railways ownership is within the control of union government, it may be better utilized in accordance with the development needs, public welfare and national security and defense. Okay, so ഒരു കൺട്രിയിലെ വേരിയസ് സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വേരിയസ് പീപ്പിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞു. ദെൻ കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, സോ ഇൻ ദ കേസ് ഇറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് കോമ്പറ്റീഷൻ ആൻഡ് ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഇൻ പ്രൈസ്. ഓക്കെ, കോമ്പറ്റീഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട്, അതായത് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം ഒരു ഏരിയയില്, അതായത് ഇപ്പം റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതായത് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊന്നും കാണില്ല. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കാരണം എന്താണ് കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ എന്താണ് പ്രൈസ് കൂടുതലായിരിക്കും, ഗുഡ്സിന്റെ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇപ്പോഴത്തെ കേസിൽ റെയിൽവേസ് ഉള്ള കേസിൽ എന്താണ്, റെയിൽവേസ് ഉള്ളപ്പം എന്താണ് വേറൊരു സ്ഥലത്ത് നിന്ന്, വേറൊരു പ്ലേസിൽ നിന്ന് എന്താണ് റോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടെ വേണേലും, എങ്ങോട്ട് വേണേലും ട്രാൻസ്പോർട്ട് ചെയ്യാം, എവിടെ വേണേലും, അതായത് മിഷനറീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എവിടെ വേണേലും ട്രാൻസ്പോർട്ട് ചെയ്ത്, ഷോർട്ടേജ് ഉള്ള റോ മെറ്റീരിയൽ ഷോർട്ടേജ് ഉള്ള ഏത് പ്ലേസസിലോട്ട് വേണേലും ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ് പല സ്ഥലത്ത് ഈ ഗുഡ്സ് സെയിം ഗുഡ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, സോ അന്നേരം സെയിം പ്രൊഡക്റ്റ് പല സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അവിടെ എന്താണ്, അവിടെ കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, കോമ്പറ്റീഷൻ കൂടുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ പ്രൈസിന്റെ, സോ ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രൈസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഒരുപാട് ഹൈ പ്രൈസസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആരും ആ ഒരു പ്രോഡക്റ്റ് മേടിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രൈസ്, അതൊരു പ്രൊഡക്ട്സിന്റെ പ്രൈസിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, സോ എന്നാലാണ് കോമ്പറ്റീഷനും കൂടും, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസസും ഉണ്ടാവും. ഓക്കെ, സോ അതാണ് മെയിൻ റെയിൽവേസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് കോമ്പറ്റീഷൻ. ഓക്കെ, കോമ്പറ്റീഷൻ എമംഗ് പീപ്പിൾസിന് എമംഗ് ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ആൻഡ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഇൻ പ്രൈസസ്. ഓക്കെ, പ്രൈസസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ദെൻ
since the railways ownership is within the control of union government. Okay, so the railway ownership is within the control of union government, then it may be better utilized in accordance with the development needs, public welfare, then national security and defense. Okay, so ഈ റെയിൽവേസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത്? അതായത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ എന്താണ്, പീപ്പിൾസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ നാഷണൽ ഡിഫൻസിന്, നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് സോൾജേഴ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യാം? നാഷണൽ ഡിഫൻസ് ഓർ സെക്യൂരിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് റെയിൽവേസ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ അത്രയാണ് എക്കണോമിക് സിഗ്നിഫിക്കൻസിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. സോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിൽ എന്താണ് പറയുന്നത്? ദർ ഇസ് എ സ്ട്രോങ് ലിങ്ക് എമംഗ് വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി വിത്ത് എ ഗുഡ് നെറ്റ്വർക്ക് ഓഫ് റെയിൽസ്. It has formed bonds of unity and brings different cultures and peoples together. Then it contributes for national defense through provision of logistic support, development of railways, and the colonizing activity has gone hand in hand. Railways helps in maintenance of internal security, law and administration. Okay, so ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിഫറെന്റ് കൾച്ചേഴ്സ്, സോ പീപ്പിൾസ് തമ്മിൽ, ഡിഫറെന്റ് പീപ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൾച്ചേഴ്സിൽ ഉള്ള പീപ്പിൾസിനെ തമ്മിൽ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ വേരിയസ് കൾച്ചേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് എന്താ റെയിൽവേസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ദർ ഇസ് എ സ്ട്രോങ് ലിങ്ക് എമംഗ് വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി വിത്ത് എ ഗുഡ് നെറ്റ്വർക്ക് ഓഫ് റെയിൽസ്. ഓക്കെ, സോ എന്താണ്, വേരിയസ് ഒരു കൺട്രിയുടെ വേരിയസ് പാർട്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഫോർmed bonds of unity and bring different cultures and peoples together. ഓക്കെ, ഡിഫറെന്റ് കൾച്ചേഴ്സിലുള്ള പീപ്പിൾസിനെ മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, സോ അവരുടെ കൾച്ചേഴ്സ് ഷെയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ ഒരു ഏരിയയിൽ ഇപ്പം ജോബ് ഫെസിലിറ്റീസ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റിലോട്ട് എന്താണ്, വേറെ സ്റ്റേറ്റിൽ നിന്ന് പീപ്പിൾസ് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ അവിടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രേഷൻ നടന്നു കഴിയുമ്പോഴത്തേന് എന്താണ്, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ കൾച്ചർ ഒന്നെങ്കിൽ ആ ഒരു ചെന്ന് എത്തിപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിലെ കൾച്ചേഴ്സിലോട്ട് മാറും, അല്ലെങ്കിൽ എന്താണ്, ഈ പോയവരുടെ, മൈഗ്രേറ്റ് ചെയ്തവരുടെ കൾച്ചർ അവരെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ പല ചേഞ്ചസ് ഈ റെയിൽവേസും കൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, then it contributes for national defense through provision of logistic support. Okay, so national defense ന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. Okay, then development of railways and colonizing activities has gone hand in hand, and railways helps in maintenance of internal security, law and administration. Okay, so security ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ വെപ്പൺസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ അതുപോലെ തന്നെ പീപ്പിൾസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കൾച്ചേഴ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, കൾച്ചേഴ്സിനെയൊക്കെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് പീപ്പിൾസിന്റെ കൾച്ചേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. സോ അതാണ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ എന്താണ് പറയുന്നത്? റെയിൽവേസ് ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് സോഷ്യൽ ലൈഫ് ആൻഡ് ബ്രോട്ട് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ സോഷ്യൽ വാല്യൂസ്, ബിലീഫ്സ്, കോണ്ടാക്ട്സ് ആൻഡ് വേ ഓഫ് ലിവിംഗ്. ഓക്കെ, ബിഫോർ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേസ്, സോഷ്യൽ ലൈഫ് വാസ് ലോക്കൽ ഇൻ ക്യാരക്ടർ. ഇറ്റ് ഹാസ് പ്രൊമോട്ടഡ് social mobility of people. Then frequently mixing of people break short-sighted social values, and new social values has emerged based on reasons and scientific thinking. Okay, then persons of different caste, creed, then color, language and religion comes into contact, which strengthen the brotherhood and the social mingling. Okay, സോ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾസിന്റെ ഡിഫറെന്റ് കൾച്ചേഴ്സ്. സോ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഡിഫറെന്റ് സോഷ്യൽ വാല്യൂസ്. സോ ഒരു പണ്ട് പുരാതനമായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരുന്ന വേരിയസ് വാല്യൂസിനെയൊക്കെ
ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് സയന്റിഫിക് തിങ്കിങ് വഴി എന്താണ് ആ ഒരു ആക്ടിവിറ്റീസിനെയൊക്കെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് റെയിൽവേസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ റെയിൽവേസ് വന്നത് കാരണം എന്താണ് സംഭവിക്കുന്നത്, വേറൊരു പ്ലേസിൽ നിന്നുള്ള ആൾക്കാർ എന്താണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഇവിടെ ഈ ഒരു ഏരിയാസിലൊക്കെയുള്ള ഡിഫറെന്റ് കൾച്ചേഴ്സ്, സോഷ്യൽ വാല്യൂസിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, സോ പണ്ടൊക്കെ എന്താണ് സതി അങ്ങനത്തെ ചില പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ബാലവിവാഹം ഓക്കെ അങ്ങനത്തെ കുറെ പ്രാക്ടീസസ് ഒക്കെ നിലനിന്ന് പോന്നിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഒരു സയന്റിഫിക് വേയിൽ ചിന്തിച്ച് അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെയിൽവേസ് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, സോ റെയിൽവേസ് ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് സോഷ്യൽ ലൈഫ് ആൻഡ് brought revolutionary changes in the social values, beliefs, contacts and the way of living. Okay, so ഒരു ലോക്കൽ ഏരിയ, സോ റെയിൽവേസ് ഒക്കെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഒരു ലോക്കൽ ഏരിയയിൽ മാത്രമായിരുന്നു, ലോക്കൽ പീപ്പിൾ ആ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്ന രീതിയിലായിരുന്നു. ഓക്കെ, സോ അത് കാരണം എന്താണ്, അവരുടെ കൾച്ചർ അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്തു പോരുന്നു, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഓക്കെ, സോ വേറെ ആൾക്കാർ അങ്ങോട്ട് ഒന്നും വരുന്നില്ല. അപ്പൊ എന്താണ് അവരുടെ ഏരിയാസ്, അവരുടെ ആചാരങ്ങൾ ഒക്കെ തുടർന്ന് പോന്നുകൊണ്ടിരുന്ന രീതിയിലായിരുന്നു. ഓക്കെ, സോ ലോക്കലി ആയിരുന്നു അവരുടെ റെയിൽവേസ്. ബിഫോർ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേസ് സോഷ്യൽ ലൈഫ് വാസ് ലോക്കൽ ഇൻ ക്യാരക്ടർ. ഓക്കെ, ലോക്കൽ ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, ഓരോ റീജിയനിൽ അവരുടേതായിട്ടുള്ള ബിലീഫ്സും ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സോ റെയിൽവേസിന്റെ ഡെവലപ്മെന്റോട് കൂടി എന്ത് സംഭവിച്ചു, സോ തിങ്കിങ്, അതായത് സയന്റിഫിക് തിങ്കിങ് ആയിട്ടുള്ള പീപ്പിൾസ് നമ്മുടെ ഏരിയയിലോട്ട്, ലോക്കൽ ഏരിയാസിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് ആ ആചാരങ്ങളെ അല്ലെങ്കിൽ ആ സോഷ്യൽ ലൈഫിനെ ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ലോക്കൽ ഏരിയയിലെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് എന്താണ് ആ ലിവിങ്ങിനെ, സോ ഓരോ പീപ്പിളിന്റെ ലിവിങ്ങിനെ റെയിൽവേസ് അഫക്ട് ചെയ്തു. ഓക്കെ, സോ ബിഫോർ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേസ് സോഷ്യൽ ലൈഫ് വാസ് ലോക്കൽ ഇൻ ക്യാരക്ടർ ആൻഡ് ഇറ്റ് ഹാസ് പ്രൊമോട്ടഡ് സോഷ്യൽ മൊബിലിറ്റി ഓഫ് പീപ്പിൾ. Then frequent mixing of people break short sight social values. Okay, so ചില ആചാരങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ന്യൂ സോഷ്യൽ വാല്യൂസ് ആസ് ഇമേഴ്സ് ബേസ്ഡ് ഓൺ ദ റീസൺസ് ആൻഡ് സയന്റിഫിക് തിങ്കിങ്. സയന്റിഫിക് തിങ്കിങ് വഴി ആ സോഷ്യൽ വാല്യൂസിനൊക്കെ ചേഞ്ച് ചെയ്തു, മോഡിഫൈ ചെയ്തു. ഓക്കെ, then persons of different caste, creed, color and language and religion comes into contact which strengthen brotherhood and the social mingling. Okay, so different caste illa different color അല്ലെങ്കിൽ different religion അല്ലെങ്കിൽ different languages ലുള്ള പീപ്പിൾസ് കണക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം എന്ത് സംഭവിച്ചു, അവരുടെ സോഷ്യൽ മിംഗ്ലിംഗ്. ഓക്കെ, സോ പീപ്പിൾസ് തമ്മിലുള്ളൊരു കൾച്ചേഴ്സ് തമ്മിൽ മിക്സ് ആയി. സോ അതുപോലെ തന്നെ സോഷ്യൽ പീപ്പിൾസ് തമ്മിൽ മിക്സ് ആയി. ഓക്കെ, അവരുടെ ചിന്തകൾ ഏകദേശം സെയിം ആവുന്ന രീതിയിലായി. ഓക്കെ, സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തതാണ് ഇതെന്ന് പറയുന്നത് റെയിൽവേസ് എന്ന് പറയുന്നത്. സോ അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് റെയിൽവേസ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, സോ റെയിൽവേസ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടേഷൻ. സോ ട്രാൻസ്പോർട്ടേഷൻ ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ് എക്കണോമിക്, social and commercial progress of a country, and transport industry which undertakes nothing more than mere movement of persons and things from one place to another has constituted one of the most important activity of the men in every stages of advanced civilization. The world structure of industry and commerce rests on the well laid foundation of transport. No region or the country can ever flourish if it lacks adequate transport facilities, and adequate transportation is indispensable for economic and social progress of a nation and the world as a whole. Okay, so ഇതിലും സെയിം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു എക്കണോമിക് ഗ്രോത്തിന് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിന്റെ ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ എന്താണ് കൊമേഴ്ഷ്യൽ പ്രോഗ്രസിനൊക്കെ ഹെൽപ്പ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് പീപ്പിൾസ്, ഡിഫറെന്റ് കൾച്ചേഴ്സിലുള്ള പീപ്പിൾസും തമ്മിൽ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ലോങ് ഡിസ്റ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗുഡ്സിനെ വേരിയസ് മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അർബൻ ട്രാൻസ്പോർട്ടേഷൻ റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ഇസ് റിഗാർഡഡ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ് എക്കണോമിക്, ദെൻ സോഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോഗ്രസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ
Then the transport industry, which undertakes nothing more than mere movement of person and things from one place to another, has constituted one of the most important activities of the men in every stage of advanced civilization. Okay, so ഇത് കാരണം എന്താണ് വേരിയസ് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ പേഴ്സൺസിനെ അല്ലെങ്കിൽ പേഴ്സൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ദ വേൾഡ് സ്ട്രക്ചർ ഓഫ് ദ ഇൻഡസ്ട്രി ആൻഡ് ദ കൊമേഴ്സ് റെസ്റ്റ് ഓൺ ദ വെൽ ലെയ്ഡ് foundation of transport. No region or the country can ever flourish if it lacks adequate transportation facility. So good transportation facilities ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ് ഒരു കൺട്രിയുടെ എക്കണോമിക് സാമ്പത്തിക സ്ഥിതിയെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ എന്താണ് ഒരു ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് പോസിബിൾ അല്ല. ഓക്കെ, സോ അപ്പോൾ ഒരു ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എപ്പോഴും എല്ലാ രാജ്യത്തിനും ആവശ്യമാണ്. ഓക്കെ, സോ അതാണ്. നെക്സ്റ്റ് ദ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ദ two important modes of land transportations are railways and highways. Okay, so land transportation നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നതാണ്, ദാറ്റ് ഈസ് എന്താണ് ഹൈവേസ് ആൻഡ് റെയിൽവേസ്. സോ ടു ആയിട്ട്, അതായത് ടു മെയിൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് ദ റെയിൽവേസ് ആൻഡ് ഹൈവേസ്. ഓക്കെ, സോ railways are the significant and potential means of transporting men and material over a long distance. So നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് വേരിയസ് ഒരു ഏരിയയിൽ നിന്ന് ലാർജ് ഡിസ്റ്റൻസിലോട്ട് മെന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പീപ്പിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നു പറയുന്നത് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, then their introduction has converted barren lands into green fields and well-grown towns and cities. Okay, so ഈ ട്രാൻസ്പോർട്ടേഷൻ വഴി എന്തൊക്കെ യൂസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അതായത് ബിഗ് ടൗൺസ് ക്രിയേറ്റ് ചെയ്തു, സിറ്റീസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ബാരൻ ലാൻഡ്സ് ഒക്കെ എന്താണ് ഗ്രീൻ ഫീൽഡ്സ് ആയിട്ട് കൺവേർട്ടഡ് ആയി. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ഈ റെയിൽവേസ് വന്നതുകൊണ്ടുള്ള മെയിൻ യൂസസ് എന്ന് പറയുന്നത്. ദെൻ റെയിൽവേസ് ഹാവ് ഹെൽപ്ഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി ബൈ ട്രാൻസ്പോർട്ടിംഗ് എ ലിവിംഗ് പേഴ്സൺ ഫ്രം വൺ കോർണർ ടു ദ കൺട്രി ടു തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ടു റീച്ച് അനദർ കോർണേഴ്സ്. ഓക്കെ, സോ ഒരു കോർണറിൽ നിന്ന്, അതായത് ഒരു കൺട്രിയുടെ ഉള്ളിൽ ഒരു കോർണറിൽ നിന്ന് വേറൊരു കോർണറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സ്പീഡി ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേസ് എന്ന് പറയുന്നത്. റെയിൽവേസ് ഹെൽപ്സ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിംഗ് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ഫാർ ഓഫ് പ്ലേസസ് to the factory site and also in the transporting the finished goods to the marketing centers. Okay, so അതെന്താണ് ഫിനിഷ്ഡ് ഗുഡ്സിനെ, സോ ഒരു ലോക്കൽ ഏരിയാസിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ ഒരു ഡിഫറെന്റ് മാർക്കറ്റ്സ്, ഒരു ഹൈലി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നത് റെയിൽവേസ്. ഓക്കെ, സോ ഒരു ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സിന് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ ലാർജ് മാർക്കറ്റ്സിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവർ ആ ലോക്കലി ഏരിയാസിൽ മാത്രമേ അതിന്റെ സെയിൽ നടക്കുള്ളൂ. സോ അവർക്ക് അത് ലോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വന്നതുകൂടെ എന്താണ് സംഭവിച്ചത്, ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ ലാർജ് മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ Figure 1 shows the role of railways as coordinating and integrating agency in the process of the production. Okay, so ഇതാണ് ഫിഗർ 1 കാണിക്കുന്നത്. ഓക്കെ, സോ during the political disturbance and social disorder, the force are mobilized from one place to another with the help of railway transport. And in national defense, railways plays an important role in the movement of troops and weapons. Okay, so ഡിഫൻസിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ഡിഫൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതായത് വെപ്പൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഇന്ത്യ റെയിൽവേസ് ഗോട്ട് പ്രയോറിറ്റി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഓവർ highways. Then railway system is the India's largest scale undertaking and Indian railway system is the second largest in the world. Okay, so Indian railways ആണ് second largest in the world എന്ന് പറയുന്നത്. Okay, so ഇതാണ് നമ്മുടെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇതില് the process of production ആണ് സെന്ററിൽ കാണിച്ചിരിക്കുന്നത്. സോ അത് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് റോ മെറ്റീരിയൽസ് വേണം. ഓക്കെ, സോ റോ മെറ്റീരിയൽസ്, സോ എന്താണ്
എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്ത് വേറൊരു പ്ലേസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാൻ പവർ ദെൻ അതിനെയൊക്കെ എന്താണ് മാർക്കറ്റിൽ കൊണ്ടേ എത്തിക്കുന്നു. ഓക്കെ, സോ എക്യുപ്മെന്റ്സ് ഒക്കെ സഹായത്തോടെ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്ത് സംഭവിക്കും, അതിനെ മാർക്കറ്റിൽ കൊണ്ടേ എത്തിക്കുന്നു. ഓക്കെ, സോ ദ പ്രൊഡക്ഷൻ നടന്ന് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്ന് അതിനെ കൺസപ്ഷൻ നടക്കുന്നു. ഓക്കെ, സോ ഇതാണ് വേരിയസ് പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ അതിൽ എന്താണ് ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സിനെ എന്തിനാണ് നമ്മൾ ഡിഫൻസ് പർപ്പസിന് എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട്, സോ വെപ്പൺസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, ദെൻ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ഫിനാൻസ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ദാറ്റ് ഈസ് മോഡേൺ ഡെവലപ്മെന്റ്സ്, ദാറ്റ് ഈസ് LRT ആൻഡ് MRTs, ദെൻ ട്യൂബ് റെയിൽവേസ് ആൻഡ് ഹൈ സ്പീഡ് ട്രാക്സ്. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നതാണ് ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, LRT, ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, LRT. ഓക്കെ, സോ ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് is presently the most preferred transport technology in the different world cities, and after World War II, US stripped of all the streetcar systems and covered the street with the buses and automobiles. Okay, so എന്താണ് സാധാ വർക്കേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തതിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ LRTs എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ് സാധാ നമ്മൾ എന്താ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ അല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് എന്താണ് ഗ്രൗണ്ട് ലെവലിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ എലിവേറ്റഡ് കണ്ടീഷനിലൊന്നും ആയിരിക്കില്ല കൊടുക്കുന്നത്, ദെൻ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻസ് ആയിട്ട് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റോഡ് ലെവലിൽ തന്നെ, അതായത് സാധാ ട്രാഫിക്കിന്റെ ഒപ്പം തന്നെയായിരിക്കും ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ അതിന് പേയ്മെന്റ് സെപ്പറേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഒരു ട്രാക്ക് കാണും, ആ ട്രാക്കിൽ കൂടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് ലെവലിൽ തന്നെയായിരിക്കും ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ സോ ദ US stripped of all the streetcar systems and covered the streets with the buses and automobiles. And the same situation prevailed in Mumbai and Delhi, wherein the streetcars goes into automobiles. Somehow the trams continues to play in Calcutta against the many odds, and the traffic congestion, pollution and a high gasoline consumption made different countries to revive the old streetcars technology with a more efficient and functional technology now called as light rail transit. Okay, so എന്താണ് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഓക്കെ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ സോ ട്രാഫിക് കൺജൻഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ദെൻ ഹൈ ഗ്യാസോലൈൻ കൺസപ്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കൊടുക്കുന്നു. ഓക്കെ, സോ ഓരോരുത്തരുടെ പേഴ്സണൽ കാർസ്, സോ ഇൻഡിവിജ്വൽ വെഹിക്കിൾസിനെ റീപ്ലേസ് ചെയ്തിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ എന്താണ് ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തു. Okay, so the LRT is an improvement of the streetcar system. Okay, streetcar systemത്തിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റോപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ ഗ്രൗണ്ട് ലെവലിൽ തന്നെയായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പാസഞ്ചേഴ്സിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ കയറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, then the primary difference between the LRT and the tramway is that LRT has a dedicated right of way taken away from the road traffic. Okay, so ഒരു പർട്ടിക്കുലർ വേ ഉണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ വേയിൽ കൂടെ ഒരു ട്രാക്ക് ഉണ്ടായിരിക്കും, ആ ട്രാക്കിൽ കൂടെ ആയിരിക്കും ഇത് പോകുന്നത്. ഓക്കെ,